വാക്കുകൾ അളന്നു മുറിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഒറ്റ നോട്ടത്തിൽ പ്രശ്നക്കാരനാണെന്നൊന്നും തോന്നില്ലെങ്കിലും ലാലേട്ടൻ പച്ചയ്ക്ക് തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ആളൊരു സ്ത്രീ വിരുദ്ധനാണ് എന്ന്. ആരെ പറ്റി ലാലേട്ടൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മുടെ മൈജി കോമണറിനെ പറ്റിയാണ്. അനീഷ് തറയിൽ, തൃശ്ശൂർക്കാരനാണ്, എഴുത്തുകാരനാണ്, ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. ബിഗ് ബോസിൽ പോകാനായിട്ട് 5 വർഷം ലീവ് ഒക്കെ എടുത്ത ഒരാളാണ്. അത്രയ്ക്ക് പാഷൻ ഉള്ള ഒരാളാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന അനീഷ് തറയിൽ ഫസ്റ്റ് ഇംപ്രഷനോ കാര്യങ്ങളോ ഒന്നും പറയാറായിട്ടില്ല. കോമണർ എന്ന നിലയ്ക്ക് മുമ്പ് വന്നിട്ടുള്ള പലരെക്കാട്ടിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊന്നും പറയാറായിട്ടൊന്നുമില്ല, ജസ്റ്റ് പറയുവാണ്. നന്നായിട്ട് സംസാരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ബിഗ് ബോസ് ആണ്, എങ്ങനെയൊക്കെ മാറി മറിയും എന്ന് നമുക്ക് ഇപ്പം ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വേർഡ് പ്ലേ നടത്താൻ കഴിവുള്ള ആൾക്കാർക്ക് പറ്റിയ ഷോ ആണ്. ആ ഒരു രീതിക്ക് എനിക്ക് കുഴപ്പമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ തോന്നി. ബാക്കി പുള്ളിയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം. അനിമോൾ എൻട്രി ചെയ്ത് കഴിഞ്ഞ് അകത്ത് കയറിയത് ലൈറ്റായിട്ടൊന്ന് വട്ടാക്കി വിടുന്ന കാഴ്ചയൊക്കെ കാണാനായിട്ട് ഇടയായി. കണ്ടസ്റ്റന്റ് ആണോ എങ്കിലും വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ടി വിയിൽ കാണുന്ന ആ ഒരു ഭംഗിയൊന്നുമില്ല, ജസ്റ്റ് ഒരു നോർമൽ ഗേൾ എന്നൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഡിമോട്ടിവേറ്റ് ചെയ്ത് വിടുന്ന പോലെയൊക്കെ തോന്നി. ഫസ്റ്റ് ഡേ കയറിയ പാടെ അങ്ങനെ ഒരു കാര്യം വേണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഓവർ സ്മാർട്ട് കളിയായിട്ടൊക്കെ തോന്നി. അനുമോളുടെ മുഖത്ത് ഭാവങ്ങളൊക്കെ ഇങ്ങനെ മിന്നി മറയുന്നുണ്ടായിരുന്നു. ജസ്റ്റ് കയറിയതേ ഉള്ളൂ, 2 പേര് മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവിൽ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.